ഹലോ ഓൾ. ഞാൻ വളരെ യാദൃശികമായിട്ടാണ് ഈ ഒരു കമൻറ്റ് കണ്ടത്. ആ കമൻറ്റിനെ കുറിച്ച് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി. ഇതൊരു Q&A വീഡിയോ ഒന്നും അല്ല, മറിച്ച് അതിനെക്കുറിച്ച് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. സോ കോൾഡ് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ഓർ പെയ്ഡ് റിക്രൂട്ട്മെൻറ്റ് എന്നൊക്കെ ഉള്ള കോൺസെപ്റ്റിനെ കുറിച്ച് എൻ്റെ കഴിഞ്ഞ 6 വർഷത്തെ ഈ ഒരു ജർമ്മൻ റിലേറ്റഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2-3 പേഴ്സണൽ എക്സ്പീരിയൻസും കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. പ്ലീസ് ടു വാച്ച്. ഒരു നേഴ്സായി ജർമ്മനിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന 2 വേർഡുകളാണ് ഫ്രീ റിക്രൂട്ട്മെന്റ്, ഫാസ്റ്റ് ട്രാക്ക് വിസ, നോ ഏജൻസി ഫീ എന്നൊക്കെയാണ്. കേൾക്കുമ്പോൾ ഇത് വളരെ ഡ്രീം ഓപ്പർച്യൂണിറ്റി പോലെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ യഥാർത്ഥ ചോദ്യം ഇതാണ്: ഇവയിൽ ഏതാണ് ശരിക്കും ഫ്രീ? എന്താണ് മറച്ചു വെക്കപ്പെടുന്നത്? ജർമ്മൻ നേഴ്സിംഗ് ജോബ് ഓഫറിന്റെ പേരിൽ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പ്രോമിസുകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ട സത്യം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയർ എന്താണെന്ന് മനസ്സിലാക്കാം. ജർമ്മനിയിലെ സ്കിൽഡ് വർക്കേഴ്സിന് വേണ്ടിയുള്ള സെക്ഷൻ 84A പ്രകാരം ഒരു ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയർ ഉണ്ട്. ഇതിന്റെ ലക്ഷ്യം ജർമ്മനിയിലേക്ക് സ്കിൽഡ് വർക്കർ ഇമിഗ്രേഷൻ പ്രോസസ്സ് കൂടുതൽ വേഗത്തിൽ കോർഡിനേറ്റ് ചെയ്യുക എന്നതാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. ഫാസ്റ്റ് ട്രാക്ക് എന്നത് വിസ ഗ്യാരണ്ടി അല്ല. അതായത് ഫാസ്റ്റ് ട്രാക്ക് എടുത്താൽ വിസ ഉറപ്പാണ് എന്നും അതിനർത്ഥമില്ല. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, റെക്കഗ്നിഷൻ, എംപ്ലോയ്മെൻറ്റ്, വിസ റിക്വയർമെൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, ഫാസ്റ്റ് ട്രാക്ക് ഫ്രീ ആണോ? അല്ല. ഒഫീഷ്യൽ ഇൻഫർമേഷൻ പ്രകാരം ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയറിന് 415 യൂറോ പ്രോസസ്സിംഗ് ഫീ ഉണ്ട്. നിലവിൽ ഒഫീഷ്യൽ ഗൈഡൻസ് പ്രകാരം ഈ ഫീ എംപ്ലോയർ അപേക്ഷിക്കുന്ന പ്രൊസീജിയറിൻ്റെ ഭാഗമായാണ് ഈടാക്കുന്നത്. കൂടാതെ എംപ്ലോയർ ആണ് ഇത് വഹിക്കേണ്ടത്. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളോട് ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയർ കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്ന് പറഞ്ഞാൽ വെറുതെ വിശ്വസിക്കരുത്. ചോദിക്കൂ, ഈ 411 യൂറോ ആരാണ് അടയ്ക്കേണ്ടത്? എന്താണ് ട്രാൻസ്പെറൻസി? ഇനി നമ്മൾ വരാൻ പോകുന്ന ഫ്രീ റിക്രൂട്ട്മെന്റ്. ജർമ്മനിയിൽ നേഴ്സിന് ജെന്യുവൻ റിക്രൂട്ട്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ജെന്യുവനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ പേരാണ് ട്രിപ്പിൾ വിൽ പ്രോഗ്രാം. ഈ ട്രിപ്പിൾ വിൽ പ്രോഗ്രാം ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്ത്യയിൽ കേരളയും തെലുങ്കാനയും ആന്ധ്രാപ്രദേശിലും ഈ പ്രോഗ്രാമിൻ്റെ പാർട്ട്ണർ റീജിയൻസിലുണ്ട്. കേരളത്തിൽ നിന്ന് ക്വാളിഫൈഡ് നേഴ്സിനെ ജർമ്മനിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഒഫീഷ്യൽ പ്രോസസ്സ് ഇതിലുണ്ട്. അപ്പോൾ ഈ ഫ്രീ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് മുഴുവനായിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള കാര്യമാണോ? അല്ല, ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫെയർ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകളുണ്ട്. ഈ ഫെയർ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകളിലും, അതായത് വലിയ കൊട്ടിഘോഷങ്ങളില്ലാതെ ജെന്യുവനായിട്ട് ആൾക്കാരെ പിക്ക് ചെയ്ത് അവരുടെ നിന്ന് ഫീസ് മേടിച്ച് പ്ലേസ് ചെയ്യുന്ന ആൾക്കാരെയും എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അതേപോലെ തന്നെ ഫ്രീ റിക്രൂട്ട്മെന്റ് എന്ന ലേബലിലുള്ള കമ്പനികൾ ഇപ്പോൾ ഞാനിപ്പം ഡോയ്ച്ച്മെന്റ് സജൻ എന്ന് പറഞ്ഞ ബ്രാൻഡിലുള്ളത് കൊണ്ട് തന്നെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ക്യാൻഡിഡേറ്റിനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാൻഡിഡേറ്റിനെ CV കൊടുത്താൽ നമുക്ക് കുറച്ച് കാശ് കിട്ടും. അത് എത്ര എമൗണ്ട് ഞാൻ പറയുന്നില്ല. ഈ ക്യാൻഡിഡേറ്റ് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാശ് കിട്ടും. അതേപോലെ തന്നെ NSA പ്രൂഫും പാസ്സായ കുറച്ച് കാശ് കിട്ടും. അങ്ങനെ ക്യാൻഡിഡേറ്റ് എടുത്ത് നമ്മളൊന്നും മേടിക്കുന്നത് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്ന ഏജൻസിമാരൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അത് മോസ്റ്റ്ലി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങൾ ഫ്രീ ആയിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഞങ്ങളെ ഫ്രീ ആയി കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അരി മേടിക്കുന്നത് എന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക് അവർ ആൻസർ അതിന് പറയില്ല. കാരണം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണല്ലോ. ഞാനൊരു നേഴ്സാണ്, പഠിച്ച നേഴ്സായ ഒരാൾ, നിങ്ങൾ എന്നെ ഫ്രീ ആയി കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് റവന്യൂ കിട്ടുന്നത്? സിമ്പിളാണ്. ഈ കൊണ്ടുപോകുന്ന ആൾക്ക് റവന്യൂ എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ടുപോകുന്ന എംപ്ലോയർ ഒരു എമൗണ്ട് ഇവർക്ക് കൊടുക്കും. ഇറ്റ്സ് എ ഗുഡ് എമൗണ്ട്, നല്ലൊരു എമൗണ്ടാണ്. അപ്പം ആ എമൗണ്ട് മേടിച്ച് ഇവർ അടുത്ത ആൾക്കാരിലേക്ക് പോകും. ഇവിടെയാണ് ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്ന ഇഷ്യൂ കണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ അറിയാതെയും അറിഞ്ഞുകൊണ്ട് കുറേ പേപ്പറുകളൊക്കെ സൈൻ ചെയ്യുന്നുണ്ടാവും. ഈ A1 A2 ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ജർമ്മൻ അങ്ങ് കമത്തേണ്ട കോൺഫിഡൻസ് ആണല്ലോ. കാണുന്ന പേപ്പറൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്യൂല, എല്ലാത്തിലും ഒപ്പിട്ട് മേടിച്ചു കഴിഞ്ഞിട്ട് ജർമ്മനി ചെന്ന് കഴിയുമ്പോഴാണ് പലപ്പോഴും ഇപ്പെടുക എന്ന് പറയുക. എനിക്ക് ലൈവ് എക്സാമ്പിളുകൾ എനിക്കുണ്ട്. ഞാനത് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ മറിച്ച് ലൈവ് എക്സാമ്പിൾ ഞാൻ പറയാം. 42 ലക്ഷം രൂപ ഫൈൻ വന്ന ആൾക്കാരും 12 ലക്ഷം രൂപ ഫൈൻ വന്ന ആൾക്കാരെയും
€6,500, അതായത് 6,500,000 രൂപ ഫൈൻ വന്ന ആൾക്കാരും എനിക്കറിയാം. ഫൈനല്ല, നിങ്ങൾ ഇവിടെ ഫ്രീ കാറ്റഗറി വന്നു, നിങ്ങൾ ഇവിടുന്ന് മാറണമെങ്കിൽ നിങ്ങൾ ഇത്രയും കെട്ടിവെച്ച് മാറണമെന്ന് പറഞ്ഞവരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കോടതി പോയവരെ എനിക്കറിയാം. അപ്പം ഇതിൻ്റെ ഒരു മറുപുറമുണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങളെ കൊണ്ടുവരുന്ന ഏജൻസി ഇതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കാരണം അവർ നിങ്ങളെ പ്ലേസ് ചെയ്തു, പിന്നെ സർവൈവിൽ നിങ്ങളാണ്. ഇനി നിങ്ങൾ എങ്ങനെ അതിനകത്ത് സർവൈവ് ചെയ്യും എന്നുള്ളതാണ്. എട്ടും പൊട്ടും തിരിയാത്ത ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് ജെനുവിനായിട്ട് നിങ്ങൾ അവിടുന്ന് സർവൈവ് ചെയ്യണം. കെന്നിസെ പ്രൂഫിങ്ങിനൊക്കെ പരീക്ഷയിൽ പാസ്സാവണം. ചിലപ്പോൾ മെൻ്റൽ സ്ട്രഗിൾ ഉണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഈ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധേഡാവുന്നില്ല. എന്നാൽ നിങ്ങളെ ഒരു ഇൻഡിവിജ്വൽ നിങ്ങളെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അവരെപ്പോഴും നിങ്ങളുടെ ഒരു റെസ്പോൺസിബിളായിട്ട് നിങ്ങളെ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുണ്ട്. ഓക്കെ, കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ പ്രശ്നത്തിൽ കെട്ടിക്കിടക്കുന്ന ഇഷ്ടംപോലെ പേര് കേരളത്തിലുണ്ട്. ഒരു പ്ലാറ്റ്ഫോം അതിനെക്കുറിച്ച് വരുവാണ്, ഇവരൊക്കെ അവിടെ പ്രതികരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, എങ്ങനെ വന്ന് കിടക്കുന്നു, ഫ്രീ കാറ്റഗറി വന്ന് പെട്ടുപോയവർ, ഓൾഡ് ഏജ് ഹോമിൽ പെട്ടുപോയവർ, മുമ്പോട്ടും അങ്ങോട്ടും തിരിയാൻ പറ്റാതിരിക്കുന്നവർ, 12 തൊട്ട് 22 രോഗികളെ പേഷ്യൻസിനെ കുളിപ്പിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് നടുവേദന മുട്ടുവേദനയൊക്കെ വന്ന് തിരിയാൻ പറ്റാത്ത ആൾക്കാരുകൾ ഒക്കെ എനിക്കറിയാം. ലൈവായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് അതിൻ്റെ റെക്കോർഡിങ്ങുകളൊക്കെ ഉണ്ട്, കാരണം ഞാൻ കേൾക്കുന്നത് കൊണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത്, ജർമ്മനിലെ 3 നേഴ്സിംഗ് സിസ്റ്റത്തെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ചൂസ് വൈസ്ലി, ചൂസ് ജെനുവനലി. നിങ്ങളൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ നിങ്ങളെ ഈ 10 സെക്കൻഡ് 20 സെക്കൻഡ് റെയിലല്ല ജർമ്മനി എന്നുള്ളതും, യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ പച്ചയായ പല യാഥാർത്ഥ്യങ്ങളും നമുക്ക് കൈപ്പുനീരായിരിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇറ്റ്സ് നോട്ട് ഈസി. ജർമ്മനി പോയവരൊക്കെ ഹാപ്പിയാണോ എന്നുള്ള കാര്യം 1 മണിക്കൂർ ഇരുന്ന് അവരെടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ചിരികളും കളികളും കണ്ണീരായിട്ട് മാറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഒരു ജർമ്മൻ ടീച്ചറിനേക്കാൾ ഉപരി, ഒരു ലോയറിനേക്കാൾ ഉപരി ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരുകളുമായിട്ട് ഞാൻ കേട്ടിരുന്ന സമയങ്ങളൊക്കെ അധികമാണ്. കാരണം എ പേഴ്സൺ ഹു ഹാഡ് ഗോൺ ത്രൂ ദിസ് വേ നോസ് ഹൗ ഇറ്റ് വാസ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാറുള്ളത്, ഫ്രീ ആയിട്ട് ആര് നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലും, ഏത് കാറ്റഗറി ആൾക്കാരെ നിങ്ങളെ പറഞ്ഞാലും, ഈ ഫ്രീ കാറ്റഗറിയിലെ ആൾക്കാർ എങ്ങനെ ഭക്ഷണം മേടിക്കുന്നു എന്നുള്ളതും, അവർക്ക് ഇതിനകത്തുള്ള റോൾ എന്താണെന്നുള്ളതും, അല്ലെങ്കിൽ ജർമ്മനി രക്ഷപ്പെടുത്താൻ വേണ്ടിയോ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അവർ കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യവും നിങ്ങൾ ഒന്ന് ഓർത്തിരുന്നാൽ നല്ലതായിരിക്കും. കാരണം ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിൽ എന്ത് കാര്യവും നമുക്ക് ഈ ഒരു സാധനത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ എന്ത് കാര്യത്തിലൊന്ന് റെഫർ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് പേപ്പറുകളിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നതിന് മുമ്പ് 4,100 യൂറോ സാലറി ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് വെറും 1,700 യൂറോ സാലറി കൊടുക്കുന്ന സ്ഥലങ്ങളും ഏജൻസിമാരും കമ്പനികളും ഒക്കെ വിലസുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അവിടുന്ന് മാറണമെങ്കിൽ ഇത്രയും കാശ് കൊടുക്കണം. കാരണം നിങ്ങളെ ഞങ്ങൾ ഫ്രീ ആയി കൊണ്ടുവന്നല്ലേ എന്ന് പറയുന്ന ആൾക്കാർ. ഇവിടെ നിന്ന് നമുക്ക് ആർക്കും പരിഭവവും പരാതികളും ഒന്നും പറയാൻ പറ്റില്ല. കാരണം യുവർ സെൽഫ് ഡിസൈഡ് ഇറ്റ്. ഓക്കെ, ഇതൊന്നും പറ്റിയൊന്നുമല്ല, മറിച്ച് നമ്മൾ അതിന് റെഡിയാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞിട്ട് പെട്ടുപോയി കഴിഞ്ഞിട്ട് വേറെ ആരും ഹെൽപ്പ് ചെയ്യാനായിട്ടില്ലല്ലോ. ഞാൻ ഇത്രയും എക്സ്പീരിയൻസ്, ഇനിയുണ്ട് എക്സ്പീരിയൻസുകൾ പലകൾ ഹൗസ് ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ട്. ഞാനിപ്പം നിങ്ങളോട് ഇതൊരു ചേച്ചി എനിക്ക് തന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരവാണ്. അതുകൊണ്ടാണ് ഞാനിതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആൾക്കാരെടുത്തും നിങ്ങളെ ഒരു സമയത്ത് നിങ്ങളെ ഇമോഷണലി മെൻ്റലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നറിയുന്ന ആൾക്കാരെടുത്ത് മാത്രം പോവുക. ഫ്രീ ആയി റിക്രൂട്ട്മെൻറ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് വർഷങ്ങൾ, 1 വർഷമല്ല 8 മാസമല്ല 5 മാസവും ഒക്കെ കാത്തിരുന്നാലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പരീക്ഷ എഴുതണം. അങ്ങനെ സിസ്റ്റമൊക്കെ ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുണ്ട്. അതായത് ജർമ്മനിയിൽ നേഴ്സിംഗ് ജോലിക്ക് പോവുകയാണ്, ഏത് ജോലിക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി 1 ഇയർ കുറവായിരിക്കണം എന്നുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾ പരീക്ഷ ഒന്നും കൂടി എഴുതേണ്ടി വരും. അപ്പം ചൂസ് വൈസ്ലി ഏത് വേണമെന്നും ഉള്ളത്. കാരണം ഞാൻ ഇത് നല്ലത് ഇത് മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, മറിച്ച് യാഥാർത്ഥ്യ വശങ്ങളെക്കുറിച്ച് അറിയണം. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഈസി ആസ് വി തിങ്ക്. പക്ഷേ
ഇത് ഈസി ആക്കി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് സന്തോഷത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ ആൻഡ് ഐ ക്യാൻ ഹെൽപ്പ് യു ഔട്ട്. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 42 ലക്ഷം രൂപയൊക്കെ ഫൈൻ കെട്ടേണ്ട സിറ്റുവേഷനിൽ ഒരു കോടതി പോകേണ്ട ഒരു സിറ്റുവേഷനൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു കാൻഡിഡേറ്റിനെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഒരു ഏജൻസി കൊണ്ടുപോയി ജർമ്മനിലെ ഒരു സ്ഥലത്ത് കൊണ്ട് തട്ടിക്കഴിഞ്ഞ ആടുജീവിതത്തിൻ്റെ എക്സ്ട്രീം വേർഷനൊക്കെ അനുഭവിച്ചിട്ടുണ്ട് 2023. സോ വി ഫയൽഡ് എ കേസ്. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വന്നപ്പോഴാണ് ചേച്ചി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ കരച്ചിലും ഒക്കെ കണ്ടപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കുന്നതൊക്കെ വന്നത്. So it was a nice experience. Later on, many experience as a lawyer. Okay. So, and first of all, thank you so much. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ 250 മെമ്പേഴ്സൊക്കെ ഉണ്ട് സേഫ് ഹോം ജർമ്മനി. ചുമ്മാ തുടങ്ങിയതാണ്. ബട്ട് ഐ ആം വെരി ഹാപ്പി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു. ഞാനിപ്പോഴും പറയാറുണ്ട്, ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലാംഗ്വേജ് പഠിച്ച് ഞാൻ വഴിയായിട്ട് തന്നെ ഹൗസ് ബിൽഡിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്തുവിധ സഹായങ്ങളും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. So take care and God bless you and Auf Wiedersehen.